കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ അച്ഛനും സഹോദരി ഭർത്താവും എത്തി. നിതിൻ രാജ് വീണു മരിച്ച മെഡിക്കൽ കോളേജിനകത്തെ സ്ഥലവും ഡെന്റൽ കോളേജും സന്ദർശിച്ചു. പ്രിൻസിപ്പാളിന്റെ മുറിയിൽ വിചാരണ നടന്നുവെന്നും ലത അടക്കമുള്ള അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. പഠിച്ചു ഡോക്ടറാകാൻ വിട്ട മകന്റെ ചേതനയറ്റ ശരീരം കാണേണ്ടി വന്ന നിസ്സഹായനായ ഒരച്ഛൻ നെഞ്ചുപൊട്ടുന്ന നിലവിളിയോടെയാണ് മകന്റെ ജീവൻ നഷ്ടപ്പെട്ട ആശുപത്രി പരിസരത്ത് നിതിന്റെ അച്ഛൻ രാജൻ എത്തിയത്. ആ കാഴ്ച ഹൃദയമുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കാര്യങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്ന്, ഈ പറഞ്ഞ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട് അവരും കുറ്റവാളികളാണെന്നുള്ളത്. ആ കാര്യത്തെക്കുറിച്ച് കൂടി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രിൻസിപ്പളും ഈ പറഞ്ഞ ലത മറ്റു 3 പേര് ഫൈസൽ ഉൾപ്പെടെ ആ റൂമിലുണ്ടായിരുന്ന മറ്റ് ഈ CCTV കാണുന്നുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ കാണുന്ന എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുൻപാകെ അച്ഛനടക്കം വിശദമായ മൊഴി നൽകി. കുടുംബത്തിന്റെ സംശയങ്ങളടക്കം ഉയർത്തിക്കാട്ടിയാണ് മൊഴി നൽകിയത്. ജനം, കണ്ണൂർ.